ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഉസ്സീക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള ഒഴുക്കാണ് മനുഷ്യജീവിതം. നാം ജനിച്ചപ്പോൾ ചെറുപ്പത്തിൽ കണ്ടിരുന്ന പല വൃദ്ധന്മാരും ഇന്നില്ല. അന്ന് നമ്മൾ കാണാത്ത പലരും പിന്നീട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നാം വൃദ്ധരായി കാണുന്ന ആളുകളൊന്നും വൃദ്ധരായി ജനിച്ചവരുമല്ല. മനുഷ്യ ജീവിതത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ചാക്രികമാണ്, സൈക്ലിക്കാണ്. ഈ സൈക്ലിക് നേച്ചറിനനുസരിച്ച്, ചാക്രികതയ്ക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തിലെ റോളുകൾ മാറി മാറി വരും. ഈ റോൾ മാറ്റത്തിലെ, ഉത്തരവാദിത്ത മാറ്റത്തിലെ ഏറ്റവും സങ്കീർണമായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കാൻ നമുക്ക് പലപ്പോഴും വിഷമമുള്ളത് രക്ഷിതാക്കൾക്കും മക്കൾക്കുമിടയിലുള്ള, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലുള്ള റോൾ കൈമാറ്റമാണ്. ഒരിക്കൽ മക്കൾക്ക് സുരക്ഷ തന്നവർ, മക്കൾ ആശ്രയിച്ചിരുന്നവർ, പേടിയിൽ മക്കൾക്ക് ആശ്വാസമായിരുന്നവർ, അവർ മക്കളുടെ സുരക്ഷ തേടുന്ന, മക്കളെ ആശ്രയിക്കുന്ന, കാര്യങ്ങൾ ചെയ്യാൻ മക്കളുടെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത മാറ്റമാണത്. കുട്ടികളായിരുന്നപ്പോൾ വിരുന്നു പോവാറുണ്ടായിരുന്നു നമ്മൾ രക്ഷിതാക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ. കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അത്ര അറിയില്ല. അതിനാൽ പോയയിടത്ത് കൂടണം അവർ. വെക്കേഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനാൽ അവർ ചോദിക്കും രക്ഷിതാക്കളോട്, ഞങ്ങളിവിടെ നിൽക്കട്ടെ. റെക്കമെൻഡേഷന് വേണ്ടി ചിലപ്പോൾ കുടുംബത്തിലുള്ള ബന്ധുക്കളോ നമ്മുടെ കസിൻസോ ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് മാതാപിതാക്കളാണ് പറഞ്ഞത്, പറ്റില്ല, ഇനി പോരണം, പരീക്ഷ വരാനുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടില്ല, ബ്രഷ് എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ചില കാരണങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു. വർഷങ്ങൾ 10-40 കഴിയുമ്പോൾ ഇതേ മാതാപിതാക്കൾ ഇതേ മക്കളോട് തിരികെ ചോദിക്കും, എനിക്കെൻ്റെ അനിയത്തിയുടെ കൂടെ, എൻ്റെ ആങ്ങളയുടെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് പോകണം. പോയി കഴിഞ്ഞാൽ അവർ പറയും താമസിക്കണം. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ, ഷുഗറിൻ്റെ മരുന്നെടുത്തിട്ടില്ല, നമ്മൾ ഇൻഹെയിലർ എടുത്തിട്ടില്ല. ഇങ്ങനെ തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ ദൈനംദിന അനുഭവമാണ്. അതിനാൽ ഈ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ, അഭിമുഖീകരിക്കാതെ പോകാൻ കഴിയുകയില്ല മനുഷ്യനായി ഇറങ്ങിയ വിശുദ്ധ ഖുർആനും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ വിടുന്നില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 2 ഇടത്ത് പരാമർശിക്കുന്നത് സവിശേഷമായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറ റൂമിലെ 54-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫി സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. ദുർബലരായിരുന്നു നിങ്ങൾ, ആ ദൗർബല്യത്തിൽ നിന്ന്, ശിശുക്കളായിരിക്കുന്ന സമയത്ത് ഒന്നും അറിയാതിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് പിന്നീട് നാം നിങ്ങൾക്ക് ശക്തി നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ വശൈബ. പിന്നീട് ആ ശക്തിക്ക് ശേഷം, ശക്തിയുടെ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ദൗർബല്യത്തിൻ്റെ ഒരു കാലം വന്നു, വാർദ്ധക്യത്തിൻ്റെ ഒരു കാലം വന്നു. യഖ്ലുഖു മാ യശാ. അള്ളാഹു അറിയുന്നുണ്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്, അതവൻ സൃഷ്ടിക്കുന്നു എന്നാണ്. യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അള്ളാഹുവിന് എല്ലാറ്റിനും അതിൻ്റെതായ കണക്കുണ്ട്. അവൻ എല്ലാറ്റിനും അറിവുള്ളവനാണ്, എല്ലാറ്റിനെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. സൂറ നഹ്ലിലെ 70-ാമത്തെ ആയത്തിൽ ഇതേ ആശയം മറ്റൊരു ഭാഷയിൽ പറയുന്നു. വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും. അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നീട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുന്നു, നിങ്ങളെ മരിപ്പിക്കുന്നു. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി. നിങ്ങളെ അവൻ വളരെ
ദയനീയമെന്ന് തോന്നുന്ന, വളരെ ദുർബലമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നിങ്ങളവൻ പിന്നീട് മടക്കും. എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. ഇന്നല്ലാഹ അലീമുൻ ഖദീർ. അള്ളാഹു അലീമുമാണ്, ഖദീറും, കഴിവുള്ളവനാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും എന്ന് അള്ളാഹു പറയുന്നു. മനുഷ്യ ജീവിതത്തിലെ ഈ മാറ്റമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തീയതി വെച്ച് സംഭവിക്കുന്നതല്ല. 2026 ജനുവരി 1 തീയതി മുതൽ വീട്ടിൽ ഇതുവരെ രക്ഷിതാവായും കൈകാര്യകർത്താവായും ഉണ്ടായിരുന്ന ഞാൻ ഇനി മുതൽ നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സാധാരണ വീടുകളിൽ അങ്ങനെ ഒരു അധികാര കൈമാറ്റം നടക്കുന്ന ഒരവസ്ഥയില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ഏതോ ഒരു ഘട്ടത്തിൽ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ അത്തരമൊരു ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കുകയും നമ്മളുടെ കഴിഞ്ഞ തലമുറ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഇത്തരം അധികാരങ്ങളിൽ നിന്ന് പതിയെ പതിയെ നിഷ്ക്രമിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതാനുഭവമാണ്. അതിനാൽ മുസ്ലിം എന്നുള്ള രീതിയിൽ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലെ 19 കൊല്ലം കൊണ്ട് അള്ളാഹു ആയുസ്സും ആരോഗ്യവും തന്നാൽ അവസാനിക്കുന്നതല്ല എന്ന് കരുതുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ജീവിതത്തിലെ ഏതവസ്ഥയെയും ധൈര്യത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കാനും അഭിമുഖീകരിക്കാനും ബാധ്യതപ്പെട്ടവനാണ് മുസ്ലിം. കാരണം അള്ളാഹു നല്ലതല്ലാതെ ഒന്നും നമ്മൾക്ക് വിധിക്കുന്നില്ല. റഹ്മാനും റഹീമുമാണവൻ, നീതിമാനാണവൻ. അതിനാൽ ഏത് ജീവിതാവസ്ഥകളെയും ഇങ്ങനെ തന്നെ കാണാൻ, നമ്മൾ ധൈര്യത്തോടെ കാണാൻ, സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം റോളുകളുടെ മാറ്റം നടക്കുമ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുതിർന്ന ആളുകളും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരായ ആളുകളോട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലേറ്റ് ടീൻസിൽപ്പെട്ട, കൗമാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ യൗവനാരംഭത്തിലുള്ള ഏർലി 20s, 20കളുടെ ആദ്യത്തിലുള്ള ആളുകളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കൗമാരഘട്ടം അല്ലെങ്കിൽ യൗവനാരംഭം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നിലവിലുള്ള ഏത് വ്യവസ്ഥയോടും പ്രതിഷേധം തോന്നുന്ന ഒരു ഘട്ടമാണ്. നമ്മുടെ മുന്നിൽ അധികാരം കൈയാളുന്ന നമ്മുടെ ഏറ്റവും സമീപസ്ഥമായ വ്യവസ്ഥാ സിസ്റ്റം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തെ നമ്മൾ അറിയുന്നത് നമ്മളുടെ മാതാപിതാക്കളിലൂടെയാണ്. അതിനാൽ അവരോട് പ്രതിഷേധവും അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളും അവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള പ്രേരണയും കൂടുന്ന ഒരു ഘട്ടമാണിത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അത്തരം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പോലെ തന്നെ എല്ലാ മക്കളും ചിന്തിച്ചിരുന്നെങ്കിൽ ലോകം ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലായിരിക്കുകയില്ല. അത് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അത് നിൽക്കുമായിരുന്നു. അതിനാൽ ഇതൊരു സ്വാഭാവികതയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാൻ പറ്റുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് ഈ ഘട്ടമാണ്. കാരണം ജീവിതത്തിൽ വലിയ വലിയ ബാധ്യതകളില്ല, വലിയ ഉത്തരവാദിത്തങ്ങളില്ല, ബെഡ്ഷീറ്റുകളൊന്നും സ്വയം മടങ്ങുകയില്ല എന്നുള്ളൂ, തീന്മേശയിൽ ആഹാര സാധനങ്ങൾ നോർമലായി എത്തുകയില്ല എന്നുമുള്ള യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അറിവായി ഒരുപക്ഷെ നമ്മൾക്ക് അതുണ്ടായിരിക്കും. ഈ പ്രായത്തിൽ പ്രിവിലേജ്ഡാണ് നമ്മൾ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ. കാരണം ചിലപ്പോഴൊക്കെ ബാപ്പയും ഉമ്മയും ബഹളം വെക്കും, ചീത്ത പറയും, ഉത്തരവാദിത്ത ബോധമില്ല എന്ന് പറയും, നിൻ്റെ റൂം വൃത്തിയാക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയും, എല്ലാ നേരവും നിനക്ക് വെച്ച് വിളമ്പി തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും, പാത്രങ്ങൾ കഴുകേണ്ടതിനെക്കുറിച്ചും വസ്ത്രങ്ങൾ അലക്കേണ്ടതിനെക്കുറിച്ചും പറയും. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അതെല്ലാം സംഭവിക്കുന്ന, അടുത്ത നേരവും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന, അടുത്ത ദിവസത്തേക്കുള്ള നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി ഒരുപക്ഷെ അത് അയൺ ചെയ്ത് കിട്ടുന്ന ഒരു സവിശേഷമായ പ്രിവിലേജ്, പ്രത്യേകിച്ചും വെക്കേഷൻ കാലത്തൊക്കെ വീട്ടിൽ വരുന്ന കുട്ടികൾ ധാരാളമായി ആ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. അത് പലപ്പോഴും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും കുടുംബത്തിലുള്ള ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്. കാരണം അത്തരം ബഹളങ്ങളാണല്ലോ നമ്മുടെ കുടുംബത്തെ കുടുംബങ്ങളാക്കി മാറ്റുന്നത് എന്ന സന്തോഷത്തിലാണ് നമ്മൾ. ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം എന്ന പാട്ട് ക്യാമ്പസ് ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, യഥാർത്ഥത്തിൽ വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് കൂടിയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വം സവിശേഷമായ ആവശ്യമില്ല. അവർക്കെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
ദൈനംദിനം നിങ്ങൾ പോകുന്നിടത്ത് ക്യാമ്പസുകളിലോ കരിയറിൻ്റെ തുടക്കത്തിലോ ആണെങ്കിൽ എന്താണ് ബാപ്പയും ഉമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിമിഷം വെച്ച് ആലോചിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നേരത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടുന്ന ഒരവസ്ഥയില്ല. വീട്ടിൽ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സന്തോഷകരമായൊരു ഘട്ടം അത് അധികം നീണ്ടു നിൽക്കുന്നതല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പ്രിവിലേജുകളോടുകൂടി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇതേ വീട്, നമ്മുടെ ഇതേ മുറി, ഇതേ കുടുംബം തന്നെ നമ്മൾ വിവാഹിതരാകുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ ജോലിയായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി പിന്നീട് നമ്മൾ വിരുന്നുകാരനായി വീട്ടിൽ വരുന്നതോടുകൂടി അത് മറ്റൊരു സ്ഥലമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളായി പോയതല്ല, അവരും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിൽ തട്ടിയത് കൊണ്ടല്ല, പകരം മനുഷ്യൻ്റെ സ്വാഭാവികതയാണത്. കുടുംബങ്ങൾ സ്വാഭാവികമായും മറ്റു കുടുംബങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്നു, കുടുംബങ്ങളിൽ നിന്ന് മറ്റു കുടുംബങ്ങൾ ഉണ്ടാകുന്നു എന്ന സ്വാഭാവികതയിൽ സംഭവിക്കുന്നതാണത്. വിവാഹം കഴിച്ചു പോയ ഓരോ സ്ത്രീയും ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ വീട്ടിലാവണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, അവിടെ തന്നെ നിൽക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പുതിയ കുടുംബങ്ങൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഫോം ചെയ്യുമായിരുന്നില്ലല്ലോ. അതിനാൽ ഇതിനെ സ്വാഭാവികതയായി നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാരായ മക്കളുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അധികാരമുണ്ടാകും. മാതാപിതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പ്രശ്നമായി തോന്നുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത്ര സന്തോഷകരമായൊരു ജീവിതം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിനാൽ അത് കടന്നു പോയതിന് ശേഷം, അത് നഷ്ടപ്പെട്ടതിന് ശേഷം അന്നിങ്ങനെ ആകാമായിരുന്നു. ഇപ്പോൾ വയസ്സുകൾ 40കളിലോ 50കളിലോ ഒക്കെ എത്തിയ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാകും. അവർക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾക്കുള്ള പാഠം, ജീവിതം ആരംഭിക്കാൻ പോകുന്ന നമ്മൾക്കുള്ള പാഠം അല്ല, നമ്മളുടെ സമയം ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലാണ്. ആ ഇടപെടൽ പലപ്പോഴും ഷൗട്ടിങ്ങായി വന്നുകൊണ്ടിരിക്കുന്നതാണ്, വഴക്കായി വാക്കൗട്ടായി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു ഘട്ടം വരും, ഒരു 20 or 25 കൊല്ലം കഴിയുമ്പോൾ അന്ന് ഇതേ പിതാവ്, ഇതേ മാതാവ് വളരെ സാധുവായി, പാവമായി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ചിലപ്പോൾ വാപ്പാക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചീത്ത പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വരുന്നു എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ജീവിതമാണെങ്കിലും അത് നമ്മൾക്ക് ഒരു പ്രായത്തിൽ പ്രത്യേകമായി അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ വേണ്ട അളവിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. അതിനാൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ഘട്ടത്തെ ആസ്വദിക്കാൻ പഠിക്കുക. നമ്മൾ രക്ഷിതാക്കളുമായി, നമ്മൾ കുട്ടികളെന്നാണ് പറയുക. ഇതാണ് അതിൻ്റെ അടുത്തൊരു പ്രശ്നം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രിവിലേജ്ഡായി പോകും നമ്മുടെ കുട്ടികളെന്ന് ചോദിച്ചാൽ നമ്മളവരെ കുട്ടികളെന്നാണ് പറയുക. അത്ര ചെറിയ കുട്ടികളല്ലല്ലോ അവർ. യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് സ്വന്തം ഉത്തരവാദിത്തം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ബോധിപ്പിക്കേണ്ടുന്ന ആളുകളാണ് അവർ. രക്ഷിതാക്കളുള്ളത് കൊണ്ടാണ് അവർ കുട്ടികളായി മാറുന്നത്. അതിനാൽ ഗൗരവതരമായി ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതിനർത്ഥം വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നല്ല. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ബന്ധം സ്വാഭാവികമായും ഫീസടക്കാനുള്ള പൈസ, ടൂർ പോകാനുള്ള പൈസ, സിസ്റ്റം വാങ്ങാനുള്ള പൈസ, ഇങ്ങനെ പ്രത്യേകിച്ചും പിതാക്കന്മാരോട് സാമ്പത്തികമായ ചില കാര്യങ്ങൾ, ഉമ്മമാരോട് അതിന് വേണ്ട റെക്കമെൻഡേഷന് വേണ്ട കുടുംബഘടനകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ പുരുഷന് തീരുമാനാധികാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ളത് കൊണ്ട് ഈ ഒരു ഫ്ലോയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്നുള്ളതല്ല, ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുണ്ടാകുമോ, ഇനി അവരുണ്ടെങ്കിലും അവർ സംസാരിക്കാൻ പറ്റുന്ന, നിർദ്ദേശങ്ങൾ തരാൻ പറ്റുന്ന അവസ്ഥയിലാകുമോ എന്നുള്ള ബോധം നമ്മെ സംബന്ധിച്ച് ഉണ്ടാവണം. സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പോൾ, ചെറുപ്പക്കാരുടെ വയസ്സൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കളുടെതും അതിനനുസൃതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണ് അവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്നുള്ളത് പല പ്രാവശ്യം നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇഹ്സാൻ എന്ന് പറയുന്ന
മലയാളത്തിൽ യഥാർത്ഥത്തിലൊരു ട്രാൻസ്ലേഷൻ ഇല്ലാത്ത വളരെ സുന്ദരമായൊരു വാക്കുണ്ട്. നിങ്ങൾ എത്ര ചെയ്താലും മതിവരാത്ത ഒരു ബന്ധം, മതിവരാത്തൊരു കടപ്പാട് അത് നിങ്ങളുടെ മാതാപിതാക്കളോടുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്. റഹ്മത്ത് വേണം. റഹ്മത്ത് വേണമെന്നല്ല, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റെസല്യൂഷനെ തുടർന്ന്, ഒരു പ്രമേയത്തെ തുടർന്ന്, കമ്മിറ്റി തീരുമാനത്തെ തുടർന്നല്ല വീടുകളിൽ അധികാര കൈമാറ്റം ഉണ്ടാകുന്നത്. കാരണം വീടൊരു കമ്മിറ്റിയല്ലല്ലോ. അതിനാൽ സ്വാഭാവികമായും ഈ ഒരു മാറ്റം വരുന്നത്, മാറ്റത്തെ കാണേണ്ടത് മക്കൾ സവിശേഷമായി അധികാരഭാവത്തിലല്ല, ആർദ്രതയോടെയുള്ള ഒരു സമീപനം യഥാർത്ഥത്തിൽ രക്ഷിതാക്കളോട് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയുവഖിർ കബീറന. നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ ചേർത്ത മദ്രസകളിൽ നിന്ന്, പ്രാഥമിക മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രാഥമികമായ റസൂലിൻ്റെ പാഠമാണ്. മുതിർന്നവരോട് ആദരവ് കാണിക്കാത്തവൻ, താഴെയുള്ളവരോട് അലിവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ആ മദ്രസയിലെ ആദ്യ പാഠം ഏറ്റവും നന്നായി നമ്മൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുക, പ്രയോഗിക്കാൻ കഴിയുക, നമ്മളെ പഠിപ്പിച്ച, നമ്മളെ അങ്ങോട്ട് അയച്ച നമ്മുടെ രക്ഷിതാക്കളോടാണ് എന്ന ബോധം നമ്മൾക്ക് വേണം. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറ നഹ്ലിൽ ആയത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ കുട്ടികളെപ്പോലെ ആയിത്തീരും രക്ഷിതാക്കൾ. പല ഫേസിലും നമ്മളങ്ങനെ കാണാറുണ്ട് അവരെ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, ഈ ഒരവസ്ഥ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചുണ്ടി പിടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ മറന്നുകൂടാ, കുട്ടികളെപ്പോലെയാണ് അവർ പെരുമാറുന്നതെങ്കിലും അവർ കുട്ടികളല്ല. അവർ നമ്മുടെ മാതാപിതാക്കളാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും ആദരവ് കൊടുക്കാൻ നമ്മൾക്ക് ബാധ്യസ്ഥരാണ്. ആവർത്തിച്ച് നമ്മൾ പറയാറുള്ളത് പോലെ ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏകപക്ഷീയമായ ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു പവിത്രത ആ ബന്ധത്തിന് കാണിക്കണം. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ ചില കാര്യങ്ങൾ ചിലപ്പോൾ സെൻസില്ലാതെ സംസാരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, സെൻസില്ല എന്നുള്ളത് പോലും പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്. കാരണം അത് നമ്മളുടെ മാതാപിതാക്കളാണ് എന്നുള്ളത് തന്നെ. അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരമൊരു ഘട്ടം നമ്മൾ ദൈനംദിനം അഭിമുഖീകരിക്കുന്നത് കൊണ്ട് അതിലൂടെ എങ്ങനെ പാസ് ചെയ്യണമെന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളാണ്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും യോജിച്ചു കൊള്ളണമെന്നില്ല. എന്തിനാണ് ഇത്ര വലിയ കല്യാണം നടത്തുന്നത്, എന്തിനാണ് ഇത്ര കിലോ കോഴി വാങ്ങുന്നത് എന്ന് തുടങ്ങിയ വളരെ ചെറിയ കാര്യങ്ങൾ. കാരണം ഇന്നലെ മിനിയാന്ന് വരെ അവരായിരുന്നു അത് നടത്തിയിരുന്നത്. അതിനാൽ അതിനെക്കുറിച്ച് അവർക്ക് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾ അവഗണിക്കാൻ നമ്മൾക്ക് നിർവാഹമില്ല. തീർച്ചയായും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക്, മക്കളായ ആളുകൾക്ക്, ഇളം തലമുറക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് മാത്രമല്ല ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ പരിഗണിച്ചു എന്ന്, അവരാദരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. മക്കളോടൊരിക്കലും ഒരു കാരണവശാലും, ചെറിയ കുട്ടികളോട് അയാളോട് ചോദിക്കേണ്ട, ബാപ്പയോട് ചോദിക്കേണ്ട, വല്യപ്പയോട് ചോദിക്കേണ്ട, വല്യമ്മയോട് പറയണ്ട എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിക്കൂടാ. കാരണം എങ്ങനെയാണ് പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ കുടുംബഘടനയിൽ ആദരിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മളുടെ കുട്ടികൾ അറിയേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയുണ്ട് എന്നതിനെ നോക്കിയാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പ്രായമായ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം ഒരു കളക്റ്റീവ് ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ബാപ്പയെയും ഉമ്മയെയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടാ എന്നുള്ളത്. മക്കൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് ഞാനായിരിക്കണം പരിഹാരം. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഫാമിലി ഫംഗ്ഷന് കൊണ്ടുപോകാൻ ആളില്ലാതെ വരുന്നു എന്നൊരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിക്കോളും. അങ്ങനെ പറയാൻ കഴിയണം നമ്മൾക്ക്. ആരില്ലെങ്കിലും എന്നെ വിളിക്കും, ഞാനുണ്ടാകും, നിങ്ങളെന്തിനാണ് ടെൻഷനാകുന്നത്, ബേജാറാകുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35-40 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ്, 60 കൊല്ലം മുമ്പ് ഇത് നിങ്ങൾ അവരിൽ നിന്ന് കേട്ടതാണ്. അതവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള മിനിമം മര്യാദയെങ്കിലും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവർ ലോകത്ത് നിന്ന് നിഷ്ക്രമിക്കുന്നതോടുകൂടി നമ്മുടെ സ്വർഗപ്രവേശത്തിനുള്ള ഏറ്റവും വലിയ വാതിലും ഏറ്റവും വലിയ സാധ്യതയുമാണ് ഇല്ലാതാകുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം.
പ്രായമായിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആരാണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞ് അവരോട് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രായമായിക്കൊണ്ടിരിക്കുന്ന മക്കൾ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഒരു സ്വാഭാവികതയായി നമ്മൾ മനസ്സിലാക്കണം. പ്രായമായിക്കൊണ്ടിരിക്കുക അതൊരു അസുഖമല്ലല്ലോ, സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായും ചെറുപ്പത്തിൽ നടത്തിയതുപോലെ കാര്യങ്ങൾ നടത്താതെ വരുമ്പോൾ മക്കൾ അധികാരങ്ങൾ കൈയാളും. അവരോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതിനെ സ്വാഭാവികതയായി കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യുക എന്നുള്ളത് മുതിർന്ന ആളുകളുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അതൊരു മോശമായി കുറവായി നമ്മൾ പരിഗണിക്കേണ്ടതില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40 കൊല്ലം മുമ്പ് ഇതുപോലെയാണ് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമ്മൾ അധികാരം ഏറ്റെടുത്തത്. ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാക്രികമാണ് മനുഷ്യജീവിതം എന്നുള്ളതിനാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. മുമ്പ് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിന്ന് പിന്നെ അവിടെ നിന്ന് വേർപിരിഞ്ഞ് വേറെ വേറെ കുടുംബമായ ആളുകളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ അറിയണം. മക്കൾ പലരുടെയും അടുത്തില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജെറിയാട്രിക് കെയർ എന്ന് പറയുന്നത് പ്രായമായവരെ നോക്കുക എന്നുള്ളത് ഇപ്പോഴും വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത് അഭിമാനകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ മറ്റു സമൂഹങ്ങൾക്ക് പലപ്പോഴും അസൂയ തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ കൂടി ഒന്നാണത്. കാരണം ചെറുപ്പം മുതലേ ഈ പറയപ്പെട്ടതുപോലുള്ള പാഠങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കൃഷിക്കാരല്ല നമ്മൾ, കച്ചവടക്കാരുമല്ല. അതിനപ്പുറത്ത് വിവരസമ്പദ് വ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലല്ല. അല്ലെങ്കിൽ അവരെ നമ്മൾ പരിശീലിപ്പിച്ചിരിക്കുന്നത് പാടത്ത് പോയി പണിയെടുക്കാനോ കച്ചവടം തുടങ്ങാനോ അല്ല എന്നതിനപ്പുറത്ത് അവരെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വേണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ശമ്പളം, ഏറ്റവും മികച്ച സ്ഥലത്ത്, ഏറ്റവും വലിയ വികസിത രാജ്യത്ത് അവർക്ക് കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം നമ്മൾ ചെറുപ്പമായിരിക്കെ, നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കെ നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികമായ സുരക്ഷിതത്വമായിരുന്നു. എന്നെക്കാൾ സമ്പത്തുള്ളവനാവണം എൻ്റെ കുട്ടി എന്നായിരുന്നു. പക്ഷെ നമ്മളുടെ ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ, കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അവരടുത്തില്ലല്ലോ എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നു. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമ്പത്തിനേക്കാൾ വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയാണ്, സേഫ്റ്റിയാണ്. പണം എത്ര ഉണ്ടായിട്ടെന്താ, രാത്രി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ആധികൾ നമ്മൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ ജനിക്കുമ്പോൾ തീരുമാനിച്ചതല്ല അവർ UK-യിലോ US-യിലോ ജർമ്മനിയിലോ പോകണമെന്ന്. പകരം അവരെ വിദ്യ അഭ്യസിച്ചത് നമ്മളായിരുന്നു, അവരെ സ്കൂളിലേക്ക് അയച്ചത് നമ്മളായിരുന്നു. ആ ഓറിയൻറ്റേഷൻ അനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാമ്പത്തികമായി മെച്ചമുള്ള സ്ഥലങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടു. പക്ഷേ ആ അനുഗ്രഹം ആസ്വദിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അന്നത് വേണ്ടിയിരുന്നോ എന്നുള്ള നിരാശയിൽ നമ്മൾ ആയിപ്പോകാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ജീവിതത്തിൻ്റെ റിതം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു താളം, ക്രമം എന്ന് പറയുന്നത് അള്ളാഹു തീരുമാനിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ വിഷമവും സഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കും. വരുന്ന ആളുകളോടൊക്കെ നമ്മളത് പറയും. അവർ പരിഹാരമുണ്ടായിട്ടല്ല, ഇതേ സങ്കടം മറ്റേ ആൾക്കും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്നെക്കാൾ സങ്കടം അയാൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഒരാശ്വാസം മനുഷ്യന് കിട്ടും. അങ്ങനെയല്ല നമ്മുടെ ആശ്വാസം നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയയിൽ, നമ്മളുള്ള ഇടങ്ങളിൽ ഇങ്ങനെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ വന്നങ്ങനെ നിറയും. പെരുന്നാളിന് തലേന്ന് ഉമ്മാക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാതെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രം വസ്ത്രം വാങ്ങിക്കൊടുത്ത ഏതോ ഒരു കുരുത്തം കെട്ടവനെക്കുറിച്ചുള്ള കഥ ഇത്തരം മാതാപിതാക്കളുടെ വാട്സപ്പ് സ്റ്റോറികളായി പെരുന്നാളിൻ്റെ തലേന്നങ്ങനെ വരും. സ്വന്തം മക്കൾ ഭക്ഷണവും സുരക്ഷയും എല്ലാ കാര്യങ്ങളും തരുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഏതോ ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഉമ്മയെക്കുറിച്ച് ആലോചിച്ച്, സങ്കല്പത്തിലുള്ള ഉമ്മയെക്കുറിച്ച് ആലോചിച്ച് എനിക്കും ആ ഗതിയാണല്ലോ പടച്ചവനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇടയിൽ നിന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും. അതിനാൽ നമ്മൾ അവരെ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ അവരോട് ചെറുപ്പത്തിൽ കാണിച്ച കാരുണ്യം, ചെറുപ്പത്തിൽ അവരോട് കാണിച്ച അനുകമ്പ, മക്കളോട് കാണിച്ചത് അവർ ഇന്നും അർഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മക്കൾ അനുഭവിക്കുന്ന സന്ത്രാസങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിയണം. പാപ്പയും ഉമ്മയും വിദൂര ദിക്കിലാണ് എന്നുള്ള ബോധം അവർക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നു? അല്ല, അവർക്കുണ്ടാ ബോധം.
പക്ഷേ എല്ലാ ആളുകളും സ്വന്തം ജോലികൾ ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം കാതലാക്കി ഇവിടെ വന്ന് നിന്നോട്ടെ എന്ന് വീട്ടുകാർക്ക് പറയാൻ കഴിയാത്തതുപോലെ തന്നെ അവരെ സംബന്ധിച്ചും പറയാൻ കഴിയുക ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ധാരണ നമ്മൾക്ക് വേണം. അതിനാൽ കൂടുതൽ പ്രയാസപ്പെടുത്തരുത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അള്ളാഹു കാരുണ്യത്തിൻ്റെ തണൽ വിരിക്കണമെന്ന് പറയുന്ന സൂറ ഇസ്രായിലെ ആയത്തിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. വറബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. മാതാപിതാക്കളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏകപക്ഷീയമായ ഒരു ബന്ധമാണ്. എത്ര ചെയ്താലും തീരാത്ത ഒരു കടപ്പാടാണത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും മാതാപിതാക്കളായ ആളുകൾക്ക് തോന്നും അവന് കുറച്ചുകൂടി ചെയ്യാമായിരുന്നു, അവൾക്ക് കുറച്ചുകൂടി ദിവസം ഇവിടെ വന്നു നിൽക്കാമായിരുന്നു എന്നവർ വിചാരിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. അവർക്കെന്താ ഇവിടെ വന്ന് നിന്നാൽ എന്ന് പറയുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് അറിയുന്ന ആളുകളാണല്ലോ നമ്മൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അള്ളാഹു പറയുകയാണ്, ഇത്തരം ആളുകൾക്ക് ആശ്വാസമായി. മാതാപിതാക്കളെ നോക്കാൻ ശ്രമിച്ചു, നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും അത് അപ്പുറത്തുള്ള ആളുകൾക്ക് ആ അളവിൽ ബോധ്യമാകുന്നില്ല. അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൻ്റെ വചനം വറബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള കൺസേൺ എന്താണ് എന്ന് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കവിടെ എത്താൻ പറ്റുന്നില്ലല്ലോ ഈ പ്രയാസങ്ങൾക്കിടയിൽ എന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ പരിഗണനയുള്ള മക്കളോടാണ് അള്ളാഹു പറയുന്നത്, ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. നിങ്ങൾ നല്ലവരെങ്കിൽ, നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ഖേദിച്ച് മടങ്ങുന്നവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു. അതിനാൽ ഈ ടെൻഷൻ നമ്മൾക്കെപ്പോഴും വേണം. ഞാൻ ചെയ്യുന്നത് മതിയാകുന്നുണ്ടോ എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആലോചിക്കണം. എൻ്റെ മുൻഗണനകളിൽ അവർ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സമൂഹത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സാപ്പിൽ വരുന്ന കഥകളല്ലല്ലോ യാഥാർത്ഥ്യം. സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ സവിശേഷമായി തന്നെ വളരെ പോസിറ്റീവായ ഒരുപാട് കഥകൾ, രക്ഷിതാക്കൾക്ക് വേണ്ടി വലിയ വലിയ ജോലികൾ ഉപേക്ഷിച്ച്, വലിയ വലിയ പ്രൊജക്റ്റുകൾ ഉപേക്ഷിച്ച് വന്ന ആളുകളുണ്ട്. അവർക്കാണ് ഭൂരിപക്ഷം. പക്ഷേ നന്മയുടെ സന്ദേശങ്ങളല്ല സമൂഹത്തിൽ ഇബ്ലീസ് പരത്തുന്നത് എന്നതിനാൽ അവിടേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഇങ്ങനെ 100 പേരുടെ കഥ കേട്ട് കഴിഞ്ഞാലും 101ാമത്തെ ഒരുത്തൻ ബാപ്പയെയും ഉമ്മയെയും ശ്രദ്ധിക്കാത്തതുണ്ടെങ്കിൽ അത് സംഭവിച്ചു പോകുമോ എന്ന ആദിയിലാകരുത് നിങ്ങൾ. അള്ളാഹുവിനെ ചെറുതായി കാണരുത് നമ്മൾ. അപ്പോഴും മക്കളായ ആളുകൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അവരുടെ കരിയർ, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള മുന്നോട്ടുള്ള നോട്ടത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് വലിയൊരു പദവിയുള്ളവരാണ്, പരിഗണിക്കേണ്ടുന്ന വലിയൊരു ഇൻപുട്ടാണ് എന്നുള്ളത് നമ്മളറിയണം. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചില കാര്യങ്ങൾ. ഇതുപോലുള്ള ചില കണ്ടീഷൻസ് മാതാപിതാക്കൾ എന്ത് ചെയ്യും, അതൊരു പ്രായമായ ആളുകൾക്ക് നമ്മുടെ സുരക്ഷയും നമ്മുടെ സംരക്ഷണവും ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലായെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹം, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ശിഷ്യഗണങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ വരും. സുഫിയാൻ, ആ ആടിനെ ഒന്ന് അഴിച്ചു കെട്ടു, സുഫിയാൻ ആ ആടിന് വെള്ളം കൊടുക്കൂ എന്ന് പറഞ്ഞു. സുഫിയാൻ സൗരിയെക്കുറിച്ച് പറയുന്നത്, ഇത് കേൾക്കുന്ന ഉടനെ അദ്ദേഹം ആ തുറന്നു വെച്ച കിതാബ് അടച്ചു വെച്ച് അദ്ദേഹം പോകും. അദ്ദേഹം പോയി ആടിനെ കെട്ടി ആടിന് വെള്ളം കൊടുത്ത് തിരിച്ചു വന്ന് ക്ലാസ് എടുക്കും. ഈ കഥയിൽ നമുക്കുള്ള പാഠങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ഓഫീസ് ടൈമിനിടയിൽ, നമ്മുടെ പുതിയ പ്രൊജക്റ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഉമ്മയുടെയും ബാപ്പയുടെയും ഫോണായിരിക്കും മിക്കവാറും നമ്മൾക്ക് വരാൻ സാധ്യത ഉണ്ടാവുക. അതിനെ ഒരു മുൻഗണനയിൽ കാണാനുള്ള ഒരു സ്വഭാവം, ഒരു പാഠം, അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. ശരിയാണ്, എല്ലാ സന്ദർഭത്തിലും നമ്മൾക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു വാല്യൂ ആയി. മാതാപിതാക്കൾ എന്ന് പറയുന്നത് എല്ലാ സംഗതികളുടെയും മുകളിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ബർക്കത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ, ബന്ധങ്ങൾ പുലർത്തുന്നവർക്ക് അവരുടെ സമ്പത്തിൽ വർധനവും ആയുസ്സിൽ വർധനവും ഉണ്ടാകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠമാണ്. അതെങ്ങനെയാണ് വർദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാനുള്ള നമ്മളുടെ ഒരു ടെസ്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിനാൽ അവരനുഭവിക്കുന്ന സുരക്ഷ,
അള്ളാഹുവിങ്കൽ നമ്മൾക്കുള്ളൊരു ക്ലെയിമായി മാറണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. അതിനാൽ ഈ നിമിഷം തൊട്ട് തന്നെ എന്താണ് നമ്മൾക്ക് കൂടുതലായി ചെയ്യാൻ കഴിയുക എന്നുള്ള ആലോചനകളിലേക്ക് നീങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസായ സ്വർഗത്തിൽ നമ്മുടെ കുടുംബം, മാതാപിതാക്കളോടും സന്തതികളോടും എല്ലാം ഒന്നിച്ച് ചെന്ന് അവസാനം പാർക്കാൻ പാകത്തിനുള്ള ഒരു പരസ്പരമുള്ള സ്നേഹവും കുടുംബ ബന്ധവും പുലർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.